നമ്മുടെ മുഖ്യാതിഥി കാനേഷ് പൂനൂർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, സ്വാഗത പ്രസംഗി പറഞ്ഞ പോലെ വലിയോറ സൗഹൃദവേദി ജിദ്ദയിൽ രൂപീകൃതമായി 5 വർഷം കഴിഞ്ഞു. ഈ ജിദ്ദ സൗഹൃദവേദിയുടെ 5 വർഷത്തെ പ്രവർത്തനത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് റിയാദിലെ വലിയോറ കൂട്ടായ്മ റിയാദ് വലിയോറ സൗഹൃദവേദിക്ക് രൂപം നൽകുകയും അങ്ങനെ ജിദ്ദയിലെയും റിയാദിലെയും വലിയോറ മലയാളി സമൂഹം വലിയോറ സൗഹൃദവേദിക്ക് നല്ലൊരു അംഗീകാരം നൽകുകയും അതുപോലെ തന്നെ ജിദ്ദയിലെയും മറ്റു സൗദി അറേബ്യയിലെ മാധ്യമ ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും സഹകരണവും നൽകിയിട്ടുണ്ട്. സത്യത്തില് ഈ വലിയോറ സൗഹൃദവേദി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇത് കുറച്ച് ആൾക്കാർക്ക് ഷർട്ടും ഒക്കെ മാറ്റിയിട്ട് ജാട കാണിക്കാനുള്ള ഒരു വേദിയാണെന്ന് മൊത്തത്തിൽ ആർക്കും അഭിപ്രായമില്ലെങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ നിത്യേന ഞങ്ങളുടെ മുന്നിൽ ജിദ്ദയിലെ ആയിരക്കണക്കായിട്ടുള്ള വലിയോറ പ്രവാസികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തുകയും അതിലിടപെടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആത്മസംതൃപ്തിയാണ് ഞങ്ങളെ ഈ 5 വർഷത്തിലേക്ക് നയിച്ചത്. ജിദ്ദയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സാംസ്കാരിക സംഘടനകൾ എല്ലാം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് KMCC, നവോദയ, OIC എല്ലാവരും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും വലിയാർക്കാരുടെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് എത്തിപ്പെടാൻ അവർക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഞങ്ങൾ ഇതിൽ KMCCക്കാരുണ്ട്, OICക്കാരുണ്ട്, നവോദയക്കാരുണ്ട്. എല്ലാവരുടെയും ശക്തിയും സഹകരണവും അവരുടെയൊക്കെ ആശീർവാദവും എല്ലാം കൊണ്ടും ആണ് ഈ സൗഹൃദവേദി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിർത്താം, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ആഗസ്റ്റ് 15-ാം തീയതി ജിദ്ദയിൽ നിന്നും 800 കിലോമീറ്റർ ദൂരെ മക്വ എന്ന സ്ഥലത്ത്, കൃത്യമായിട്ട് കിലോമീറ്റർ എനിക്ക് അറിയില്ലെങ്കിലും മക്വ എന്ന ഒരു ഗ്രാമത്തിൽ നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ഒരാൾ മരിക്കുകയും അയാൾ അവിടെ ചെറിയൊരു ഷോപ്പ് എന്തോ നടത്തുകയായിരുന്നു. പെട്ടെന്ന് ഷോപ്പിൽ നിന്നും അയാൾക്ക് നെഞ്ചുവേദന വന്ന് ബാത്റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെ ഇയാളെ തിരിച്ച് ഷോപ്പിലേക്ക് ചെല്ലാത്തതുകൊണ്ട് ആൾക്കാർ വന്നു നോക്കിയപ്പോ ഇത് വാതിൽ തുറക്കുന്നില്ല. ഫയർഫോഴ്സ് വന്ന് റൂമൊക്കെ തുറന്നു. അപ്പൊ ഇയാൾ അബോധാവസ്ഥയിലാണ്. പക്ഷെ 100 കണക്കിന് മലയാളികളുള്ള ഈ മക്വ എന്ന സ്ഥലത്ത് എല്ലാം ബിസിനസ്സുകാരാ, ചെറിയ ചെറിയ ബൂഫിയ ബകാലൊക്കെ നടത്തുന്ന. ഒരു കുട്ടി പോലും ഇദ്ദേഹത്തെ എടുത്ത് ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഒരു അറബി ഇയാളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും ആള് മരിച്ചു കഴിഞ്ഞിരുന്നു. ഇവരെന്ത് ചെയ്തു? ഹോസ്പിറ്റലിലെ FIR തയ്യാറാക്കിയപ്പം ഒരു അറബി ഒരു ഇന്ത്യൻ ഒരു മലയാളിയെ ഹോസ്പിറ്റലിലെ ദുരൂഹ സാഹചര്യത്തിൽ എത്തിച്ചു എന്ന് FIR തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു കേസായി മാറുകയും അതിനുശേഷം അവിടെ ഈ മരിച്ച വ്യക്തിക്ക് എന്തെങ്കിലും മരണാനന്ത മറ്റുള്ള കടലാസുകൾ ശരിയാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരികയോ അതിനെപ്പറ്റി ഒരു ബോധമോ ഇല്ലാത്തൊരവസ്ഥയിൽ ജിദ്ദയിൽ നിന്നും നമ്മുടെ വലിയോറ സൗഹൃദവേദിയുടെ പ്രവർത്തകരാണ്, അദ്ദേഹത്തിന്റെ കുടുംബമായതുകൊണ്ട് ജിദ്ദയിൽ നിന്നും കാറെടുത്ത് ആ സ്ഥലത്തെത്തുകയും അവിടെ ചെന്നപ്പോൾ അവിടുന്ന് വിളിക്കുന്നത് അവിടെ ആരും സഹകരിക്കാൻ തയ്യാറില്ല എന്നും ഈ എംബസിയിൽ നിന്നും ബോഡി മയ്യത്ത് വിട്ടുകിട്ടുന്നതിന് അവിടുത്തെ ഒരാളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് കൊണ്ട്, അയാളുടെ ഇക്കാമ ആവശ്യമുള്ളത് കൊണ്ട് അത് ചോദിച്ചിട്ട് പോലും ഇക്കാമന്റെ കോപ്പി വേണമെങ്കിൽ തരാം, ജിദ്ദയിൽ ഒന്ന് വരാൻ ഞങ്ങൾ തയ്യാറല്ല. അവർക്ക് അതിനുള്ള ഒരു സന്മനസ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ ജിദ്ദയിൽ നിന്ന് പോയ അവരുടെ ഇക്കാമയിൽ തന്നെ ഇത് സർട്ടിഫിക്കറ്റ് ശരിയാക്കുകയും തിരിച്ച് ഈ മക്വ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ
ഉള്ള അവസ്ഥ ഈ മയ്യത്ത് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൽ പോലീസ് ഇത് കേസാക്കിയിട്ട് മയ്യത്ത് വിട്ടുകിട്ടാത്ത ഇതിന്റെ ഫർദർ ഇത് ടെസ്റ്റിനയച്ച് എങ്ങനെയാണ് മരിച്ചത് എല്ലാവിധ റെക്കോർഡും കിട്ടിയതിനു ശേഷമേ മയ്യത്ത് മറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പല നിലക്കുള്ള സമ്മർദ്ദങ്ങളും ചെലുത്തിയപ്പോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ഈ അറബിയുടെ കൂടെ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, പോലീസ് സംശയിക്കില്ല, ഒരു സംഭവമില്ല. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ 15 ദിവസത്തിലേറെ ആ മയ്യത്ത് അവിടെ കിടന്ന് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മറവ് ചെയ്യാൻ പറ്റിയത്. അപ്പോ ഇത് ഞാൻ ഇവിടെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞത് ഇതുപോലുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ അഭാവം തന്നെയാണ്. ജിദ്ദയിൽ മിനിറ്റുകൾക്കകം ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കും. അത് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു മനസ്ഥിതി മറ്റുള്ള ആൾക്കാരും, അതായത് ഇപ്പൊ വലിയോറ സൗഹൃദവേദി രൂപീകരിച്ച പോലെ മറ്റുള്ള അടുത്ത അയൽപ്രദേശത്തുള്ള ആൾക്കാരും ഇങ്ങനെ ഒരു സൗഹൃദവേദി രൂപീകരിച്ച് അവരുടെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ ഇടപെടണമെന്ന് നമ്മളുടെ ഈ ഓരോ പ്രവർത്തികൾ കൊണ്ടും അവർക്ക് അതൊരു മാതൃക ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് കുറച്ചൊരു പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമുക്കിതില് ഒരു പ്രത്യേകിച്ച് മറ്റുള്ള നേട്ടങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പ്രവാസി ഇന്ന് ഒരുപാട് മാനസിക സംഘർഷത്തിലാണ്. മധ്യപൂർവേഷ്യയിൽ ആഞ്ഞടിച്ച മുല്ലപ്പൂ വിപ്ലവം അത് തുണീഷ്യയിൽ തുടങ്ങി, ഈജിപ്തിൽ വന്ന്, ഇറാനില്, യമനില്, അങ്ങനെ പോയപ്പോ ഇത് മല പോലെ എന്തോ വരുന്നുണ്ട്, അത് സൗദിയിലും ഏൽക്കും. കാരണം മലപ്പുറം ജില്ലയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സൗദിയിലും ഉണ്ട്. അപ്പോ പക്ഷെ എന്തായാലും മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി എങ്കിലും ഇപ്പോൾ അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്നോണം നിക്കാത്ത് എന്ന് പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ചുവപ്പ്, പച്ച, മഞ്ഞ എന്ന ഒരു കാറ്റഗറി വരാൻ പോവുകയാണ്. അത് ഒരു മാസം കൂടി കഴിഞ്ഞാൽ അതിനെ പറ്റി കൂടുതൽ അറിയുള്ളൂ. അപ്പോ പ്രവാസിയെ സംബന്ധിച്ച് നല്ലൊരു ശതമാനം ആൾക്കാരും ഈ നിയമം കൊണ്ട് മടങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അവരുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഗവൺമെന്റുകള്, സന്നദ്ധ സംഘടനകള് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട പ്രവാസികളെ സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോ TV ഒക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസിയെ സംബന്ധിച്ച് പേടിയാണ്. TV ഓണാക്കിയാൽ സ്വർണത്തിന് റോക്കറ്റ് പോലെ കുതിക്കുക, അപ്പൊ തന്നെ ഓഫാക്കും. കാരണം എന്താ വെച്ചാൽ ഈ സ്വർണ്ണവില കേട്ടിട്ട് ഇങ്ങനെ ഹൂന്ന് പറഞ്ഞ് വിളിക്കുക. അതുകൊണ്ട് നമുക്ക് സ്ത്രീധനം എന്തായാലും സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട സംഗതിയാണ്. ഇവിടുത്തെ കാരണന്മാരോട്, ഇവിടുത്തെ പ്രവാസികളായിട്ടുള്ള മുൻ പ്രവാസികളായിട്ടുള്ള ആൾക്കാര്, അതുപോലെ തന്നെ നാട്ടുകാരോട്, നല്ലവരായ ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്, ഒറ്റയടിക്ക് സ്ത്രീധനം ഒന്നും എടുത്തു കളയാൻ പറ്റില്ലെങ്കിലും നിങ്ങളൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ആ പവന്റെ ഇത് പറയുന്ന ഒന്ന് കുറക്കാൻ പറ്റിയാൽ ഞങ്ങൾ പാവപ്പെട്ട പ്രവാസികൾക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും. അതൊരു അഭ്യർത്ഥനയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ സോനാറിനെ പറ്റി ഇനി കൂടുതൽ അതിന്റെ കൺവീനർ പറയുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ഇതിലേക്ക് കടക്കുകയാണ്. സോനീർ എഡിറ്റർ ഇസ്മായിലിനെ ഇതിന്റെ പുസ്തക പരിചയപ്പെടുത്താൻ വേണ്ടി